സർ, പല ക്യാപ്സ്യൂളുകളും പലരും ഇറക്കി വിടുന്നുണ്ട് വീണ വിജയനെ രക്ഷിക്കാൻ എന്ന പേരിലാണ്. പല മണ്ടത്തരങ്ങളും പലരും പലയിടത്തിരുന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോ 1,50,000 അക്കൗണ്ട് മരവിപ്പിച്ചു. അതിനും HDFCയിലാണ് അക്കൗണ്ട്, അപ്പൊ കരുവന്നൂരല്ലേ അക്കൗണ്ട് എന്നൊക്കെ ചോദിച്ച് ട്രോളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ 1,50,000 രൂപ മാത്രമേ വീണ വിജയന്റെ കയ്യിലുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ED ഇങ്ങനെ പുറകെ നടക്കുന്നത്? ആദർശശാലിയായ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ മകളാണല്ലോ. 1,50,000 രൂപയൊക്കെ കാണാൻ വഴിയുള്ളൂ. അപ്പോൾ ഈ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് പത്രസമ്മേളനത്തിൽ നയപ്രഖ്യാപനത്തിനെതിരെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇപ്പൊ വീണയുടെ അച്ഛൻ എന്നല്ലേ അറിയപ്പെടുന്നത്, അദ്ദേഹം സ്ഥിരീകരിക്കുകയുണ്ടായി. പക്ഷേ ഇതൊരു ചെറിയ കേസൊന്നുമല്ല. ഇത് കുറെ കാലമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഈ കോടതികളിലെ കേസ് കൊണ്ട് ഇത് ഇങ്ങനെ ഡിലേ ചെയ്യിച്ചുകൊണ്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വീണയുടെ പേരിൽ ഈ CMRL ശശിധരൻ കർത്തായുടെ ആണല്ലോ ഇതൊന്നും അല്ലാത്തതും ED ചെന്ന് മുട്ടിയിട്ടുണ്ട്. ഒരു 12 കമ്പനികൾ എങ്കിലും ഇതുപോലെ ഉണ്ട് എന്നാണ് EDയുടെ മുമ്പിലുള്ള അറിവ്. 2 കമ്പനികളുടെ കാര്യം നമുക്കിപ്പോൾ പറയാം. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ED ചെന്ന് മുട്ടിയിരിക്കുന്ന വീണ വിജയന്റെ വേറൊരു വീണ വിജയൻ എന്നല്ല, മറ്റേ വീണ തൈക്കണ്ടി, വീണ ടി. അപ്പോൾ അതുകൊണ്ട് ഈ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് വീണയ്ക്കുണ്ട്. പക്ഷേ അതൊരു ജോയിന്റ് അക്കൗണ്ടാണ്. വീണയും സുനീഷ് M എന്ന് പറഞ്ഞൊരാളും കൂടിയിട്ടുള്ള ജോയിന്റ് അക്കൗണ്ടാണ്. ആരാണ് ഈ സുനീഷ് എന്നുള്ളത് അന്വേഷണത്തിൽ വരട്ടെ. അപ്പോൾ ഈ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അവിടുത്തെ മറ്റേ മീഡിയ സിറ്റിയിൽ ഇവർക്കൊരു കമ്പനി എക്സാലോജിക് കൺസൾട്ടിങ് എന്ന് പറഞ്ഞിട്ട്, ബാംഗ്ലൂരിലെ ആസ്ഥാനം, അതിൻ്റെ അവിടെ ബ്രാഞ്ച്, അതെ, അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡിയറിയോ അവിടെയും ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇതൊരു രാജ്യാന്തര സ്ഥാപനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എക്സാലോജിക് കൺസൾട്ടിങ് മീഡിയ സിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. ഇത് ബഹ്റൈനിലും ഒക്കെ ഉള്ളതൊക്കെ ഞാൻ നേരത്തെ, അത് വേറൊരു ദിവസം ഞാൻ പറയാം. ബഹ്റൈനിലും ഒക്കെ ഇവരുടെ സ്ഥാപനത്തിൻ്റെ ചിത്രമൊക്കെ എനിക്ക് മുമ്പ് കിട്ടിയിരുന്നു. അപ്പോൾ ഇത് ആ അക്കൗണ്ടിൽ SNC ലാവലിൻ എന്ന് പറഞ്ഞ കനേഡിയൻ കമ്പനിയില്ലേ, കാനഡയിലെ ക്യൂബക്, SNC ലാവലിൽ നിന്ന് 3 കോടി രൂപ അതിൽ വന്നതായിട്ട് EDക്ക് വിവരമുണ്ട്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറഞ്ഞ കൺസൾട്ടൻസി കമ്പനിയില്ലേ, അതിൽ നിന്നും 3 കോടി രൂപ അക്കൗണ്ടിൽ വന്നതായിട്ട് EDക്ക് വിവരമുണ്ട്. മൊത്തത്തിൽ ആ അക്കൗണ്ടിൽ ഒരു 10 കോടി രൂപയെങ്കിലും വന്നതായിട്ട് EDക്ക് വിവരമുണ്ട്. ED അത് ചെന്ന് മുട്ടിയിട്ടുണ്ട്. അപ്പോൾ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ തൈക്കണ്ടിയിലിന് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് ഈ ചില്ലറ എന്തുകൊണ്ടാണ് ഈ വീണയുടെ കാര്യം മാത്രം പറയുന്നത്? അവിടെ നിന്ന് വേറെ ആളുകളും പൈസ മേടിച്ചിട്ടില്ലേ, ഇല്ലേ? യൂട്യൂബർ ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇവർക്കെതിരെ കേസ് എടുക്കാത്തതെന്നൊക്കെ പല ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് വളരെ ഡിഫറൻ്റ് ആയ ഒരു കേസാണിത്. അത് കൊണ്ടാണ് ഇവരുടെ പേരും ഒക്കെ പറയുന്നത്. എന്നാലും മറ്റവർക്കൊക്കെ എന്തിനാ കൊടുത്തേന്നുള്ളതിന്റെ അന്വേഷണം വരില്ലേ സാർ? അവരൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊടുത്തേ ചില്ലറാന്നോ? അല്ല, അവർക്കൊക്കെ എന്തിനാണ് ഈ ശശിധരൻ കറുത്ത പൈസ കൊടുത്തത്? അവർക്ക് കൊടുത്തു എന്നുള്ളതല്ലോ. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണക്കൊരു അക്കൗണ്ട് ഉണ്ട്. വേറെ കമ്പനികൾ ആ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ശശിധരൻ കർത്ത അങ്ങോട്ടും കൂടി കൊടുത്തിട്ട് ആ SNC ലാവലിനും മറ്റേ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനും കൊടുത്തിട്ടുണ്ടോ എന്നാണോ ചോദിച്ചത്? അല്ല, ഈ മറ്റു പലർക്കും, പല ചാനലിലുള്ള പലർക്കും ഒക്കെ ഈ ശശിധരൻ കറുത്ത പൈസ കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ അന്വേഷിക്കില്ല, എന്തിനാണ്, എന്താ ആവശ്യത്തിനാണ് കൊടുത്തേന്നുള്ളത്. 242 അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. അതിൽ 18.36 കോടി രൂപ ഇപ്പോ
ഉണ്ട്. ഈ മരവിപ്പിച്ച തുക 242 അക്കൗണ്ടും വീണ വിജയന്റെ ആണെന്ന് ഏതോ മണ്ടൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് മര്യാദക്ക് ഞാൻ പറഞ്ഞിരുന്നതാണ്. അത് ആ പൈസ മേടിച്ച ആളുകളുടെ അക്കൗണ്ടാണ് ഈ മരവിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ വീണയുടെ മാത്രമല്ല, വലിയ അന്വേഷണമാണ് ഇത് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്ത അനാവശ്യ ചെലവ് എന്ന് പറയുന്നത് അതാണല്ലോ ഈ അനാവശ്യ ചെലവ് എന്ന് കേസ് രേഖകളിൽ പറയുന്നതാണ് കോഴ. അതാണ് ഇവരുടേത്. കുറേം കൂടി അന്വേഷണം നടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. കള്ളപ്പണം PMLA ആണല്ലോ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് PMLA എന്ന് ചോദിച്ചാലും PMLA പ്രാഥമികമായിട്ട് അതിന് തെളിവുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. കള്ളപ്പണം, അപ്പൊ കള്ളപ്പണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ 50,000 രൂപ ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു സ്ഥലത്ത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 90,000 രൂപയാണെന്നും വിചാരിക്കുക. അപ്പൊ പിന്നെ അത് PMLA ഇതിലൊക്കെ വരുന്ന സംഭവങ്ങളാണ്. ഈ വീണയുടെ കാര്യത്തില് മറ്റേ ഇവരുടെ തന്നെ ഒരു സബ്സിഡിയറിയിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ടല്ലോ. മറ്റേ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ നിന്ന് 25 ലക്ഷം രൂപ വെച്ച് എടുത്തു. തിരിച്ചടവ് ഉണ്ടായില്ല. അപ്പൊ തിരിച്ചടയ്ക്കാൻ വേണ്ടി തിരിച്ചടവിന് വേണ്ടി കൂടിയാണ് മറ്റേത് കൊടുക്കുന്നത്. 1.78 എന്ന് ആദ്യം പറഞ്ഞത്, ഇപ്പൊ 2.70 കോടി എന്ന് പറഞ്ഞ അവസാനം വന്ന് നിൽക്കുന്ന പൈസ ഇല്ലേ, 5 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും വെച്ചിട്ട് വീണ വിജയന് 5 ലക്ഷം, മറ്റേ എക്സാലോജിക്കിന് 3 ലക്ഷം, അങ്ങനെയാണല്ലോ മാസം കൊടുത്തുകൊണ്ടിരുന്നത് 3 കൊല്ലം. ആ കൊടുത്തതിൽ നിന്നാണ് തിരിച്ചടവും. അതായത് വായ്പ കൊടുക്കുന്നതും ഒരു ആള് അല്ലേ, തിരിച്ചടക്കാനുള്ള പൈസയും പുള്ളി തന്നെ കൊടുക്കുക. ഇതാണ് വീണയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ വിചിത്രമാ. ബാങ്ക് വായ്പ എന്നിട്ട് ബാങ്ക് തന്നെ അത് തിരിച്ചു അടയ്ക്കും. അവരുടെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ നിന്ന് വായ്പ എടുത്തു 25 ലക്ഷം വീതം. എന്നിട്ട് അതിൽ നിന്ന് ഈ കൊടുക്കുന്നതിൽ നിന്ന് അത് തിരിച്ചടയ്ക്കുക എന്നുള്ള പരിപാടി. അപ്പോൾ ഇങ്ങനത്തെ ഭയങ്കരമായ വിചിത്രമായ കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് സമയമൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 2 കമ്പനികളിൽ നിന്നും മിനിമം 3 കോടി രൂപ വീതം 6 കോടി അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ വിജയന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഈ UAE-യിൽ നിന്ന് ദിലീപ് രാഹുലൻ എന്ന് പറഞ്ഞൊരാള് ഇടയ്ക്കിടയ്ക്ക് ഇവരെ വന്ന് കണ്ട് ചർച്ചയൊക്കെ നടത്തിയിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ അച്ഛനെ, വീണ വിജയന്റെ അച്ഛനെ. അപ്പോ അല്ല, വീണ വിജയൻ അവിടെ ഉള്ളത് കൊണ്ടല്ലേ അവിടെ ED കയറിയത്. അവിടെ അച്ഛൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അദ്ദേഹം പത്രസമ്മേളനത്തിൽ എന്നോട് ചോദ്യമൊന്നും ചോദിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ വീണയ്ക്ക് വേണ്ടിയാണോ ഈ പ്രതിഷേധം, ഈ അടിയും പിടിയൊക്കെ ഉണ്ടായി? ആണല്ലോ, വീണയും പാർട്ടിയുടെ ഭാഗമല്ലേ. അപ്പൊ അതുകൊണ്ട് മറ്റേ ഈ അങ്ങനെ പറഞ്ഞു, എന്നോട് ചോദ്യമൊന്നും ചോദിച്ചില്ല. മറ്റേ ആ മൊട്ടയായിട്ട് നടന്നൊരുത്തനില്ലേ ബിനു, ആ ബിനു പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനെ അവിടെ ED ബന്ദിയാക്കി വെച്ചു, അതുകൊണ്ടാണ് ഞാൻ മൊട്ടയായിട്ട് നടന്നതെന്നാണ് അയാള് പറയുന്നത്. പിണറായി വിജയൻ മൊത്തം തട്ടിക്കളഞ്ഞല്ലോ, എന്നോടൊന്നും ചോദിച്ചില്ല. മോള് താമസിക്കുന്ന അവിടെയാണെന്നേ. മോള് ഇയാളുടെ കൂടെ താമസിക്കുന്ന പ്രൊട്ടക്ഷൻ കിട്ടുന്നു വിചാരിച്ചിട്ടും കൂടിയായിരിക്കും, പ്രതിപക്ഷ നേതാവല്ലേ. അപ്പൊ ഈ മറ്റേ ദിലീപ് രാഹുലൻ എന്ന് പറഞ്ഞ കഥാപാത്രം മുമ്പ് വന്ന് ഈ നമ്മുടെ എസൻസ് കിഫ്ബി മസാല ബോണ്ട്, കിഫ്ബി മസാല ബോണ്ട് എന്ന് പറയുന്നത് വലിയ തട്ടിപ്പാ, തെറിയുടെയാണ്. കിഫ്ബി മസാല ബോണ്ടിന്റെ 80% മസാല ബോണ്ട് മേടിച്ചിരിക്കുന്നത് ആരാന്നറിയാമോ? SNC ലാവ്ലിൻ കമ്പനിയാണ്. അപ്പൊ SNC ലാവ്ലിൻ കമ്പനിയായിട്ട് അച്ഛന് നേരത്തെ ബന്ധമുണ്ടല്ലോ. SNC ലാവ്ലിനാണ് 80% മേടിച്ചത്. അവർക്ക് 1000 കോടി രൂപ പലിശയായിട്ട് കൊടുത്തിട്ടുണ്ട് കിഫ്ബി. ആ മേടിച്ചതിനെ എന്ന് പറഞ്ഞാൽ പലിശ കൂടുതലായിരുന്നല്ലോ, 10% പലിശ ഉണ്ടായിരുന്നു. സാധാരണ മസാല ബോണ്ട് ഇന്ത്യയിൽ പല ആളുകളും ഇറക്കിയിരിക്കുന്നത് 6%, 7% പലിശയ്ക്കാണ്. ഇത് വലിയ ബാങ്ക് പലിശയേക്കാളൊക്കെ കൂടുതലല്ലേ ഇത്. അപ്പോൾ 1000 കോടി രൂപ അവർക്ക് ലാഭമല്ലേ,
പലിശ മറ്റേ ഇത്ര കൊല്ലം കൊണ്ട് 4-5 കൊല്ലം കൊണ്ട് കിട്ടിയത്, അതിന്റെ സംതിങ് ആണോ ഇതെന്നൊക്കെ ഉള്ളത് ഇഡിയുടെ അന്വേഷണത്തിൽ വരുന്നേ. അതാണ് ഈ അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്ക്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ആ ഗൾഫ് മേഖലയിലെ 3ാമത്തെ വലിയ ബാങ്കാണത്. അവർക്ക് മറ്റേ വായ്പയൊക്കെ ഉണ്ട്, ഏത് ശരീഅത്ത് അക്കൗണ്ടുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ബാങ്കാണ് ഈ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കിഫ്ബി മസാല ബോണ്ട് കൂടി ഈ അക്കൗണ്ടുകൾ അബുദാബിയിലെ ഈ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ വീണയുടെ അക്കൗണ്ടിൽ SNC ലാവലിന്റെ പണം കൂടി കണ്ടത് കൊണ്ടാണ് ഈ മസാല ബോണ്ട് കേസ് കൂടി ED അന്വേഷിക്കുന്നത്. അതും കാരണമാണ്. അതും അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുന്ന തോമസ് ഐസക്ക് അതിനെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തില്ലേ ഹൈക്കോടതിയിൽ. അപ്പോൾ ഇതിന് എങ്ങനെ CMRലും ഒക്കെ ആയിട്ട് ഇതിനൊക്കെ ബന്ധം വരുന്നു എന്നുള്ളതും അന്വേഷണത്തിന്റെ ഭാഗമാണ്. CMRൽ ഏതെങ്കിലും വിധേന അവിടുത്തെ അക്കൗണ്ടിലും പൈസ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും ഒക്കെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അയാൾ മുമ്പ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ആളല്ലേ, ചെറിയ ജോലി ചെയ്തിരുന്ന ആളാണ്. അവിടെ വെച്ച് ഇങ്ങനൊരു കച്ചവടം ഉണ്ടെന്ന് കണ്ടെത്തി കേരളത്തിൽ വന്നിട്ട് CMRൽ തുടങ്ങുന്നതാണ് ശശിധരൻ കർത്ത. അപ്പോൾ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായിട്ട് കൺസൾട്ടൻസി കരാർ അത് 2015 ഈ അക്കൗണ്ട് 2016-19 കാലത്താണ് പ്രധാനമായിട്ടും ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായിട്ട് കൺസൾട്ടൻസി കരാർ ഇവിടെ ഒപ്പിടുന്നത് 2015 ഡിസംബർ 1-നാണ്. അത് 2015 ഡിസംബർ. 2016 പിന്നെ ഒരു മാസമല്ലേ ഉള്ളൂ. 2016 ഈ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ട് തുടങ്ങുന്നത്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് കൺസൾട്ടൻസിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിന്ന ആളല്ലേ സ്വപ്ന, ഓർക്കുന്നില്ല? അവരോടാണ് പറഞ്ഞത് ഈ സ്വപ്നയെ മറ്റേ IT കമ്പനിയിൽ നിയമിക്കാൻ മറ്റേ ശിവശങ്കർ പറഞ്ഞത്. ഇവർക്ക് യോഗ്യതയൊന്നുമില്ലല്ലോ, ഇവരധികം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ ഇവര് എന്തോ വിദഗ്ധ എന്നുള്ള മട്ടിൽ വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറഞ്ഞ കൺസൾട്ടൻസി ഇവരെ അങ്ങനെ കണ്ടെത്തി ആ കൺസൾട്ടൻസിയോട് പറയുകയാണേ സ്വപ്നയെ നിയമിക്കണമെന്ന്. അപ്പോൾ കേരള സർക്കാർ നിയമിച്ചതല്ല എന്ന് വരുത്താൻ വേണ്ടി ആ കൺസൾട്ടൻസിയോട് പറഞ്ഞ് കൺസൾട്ടൻസിയെ കൊണ്ട് നിയമിപ്പിക്കുകയായിരുന്നു സ്വപ്നയുടെ കാര്യത്തിൽ. ഇപ്പൊ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് SNC ലാവലിനൊക്കെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാണ്, CMRൽ മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് ആ കാലത്ത് ഈ PWC പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് അതുമായിട്ട് കൺസൾട്ടൻസി കരാർ 2020 നവംബറിൽ ആ കൺസൾട്ടൻസി കരാർ തീർന്നു. 2016 മുതൽ 19 വരെയാണ് അവിടെയും അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ആ കാലത്താണ് ഈ പണവും വന്നിരിക്കുന്നത്, ഈ അബുദാബി അക്കൗണ്ടിൽ പണം വന്നിരിക്കുന്നത്. IT റിട്ടേൺസ് ഉണ്ടല്ലോ വീണയുടെ ഇൻകം ടാക്സ് റിട്ടേൺസ്, അതിൽ ഈ അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഈ അബുദാബിയിലെ അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ കുറെ വിശദാംശങ്ങൾ ഉണ്ട്. അപ്പോൾ മരവിക്കാത്ത അക്കൗണ്ടുകൾ കൂടി അന്വേഷണത്തിൽ ഉണ്ട്. അത് വളരെ പ്രധാനമാണ്.